നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ അച്ചടക്ക നടപടി എടുത്തില്ല. ശശിധരൻ ഒഴിവാക്കിയത് മർദ്ദന ദൃശ്യങ്ങൾ ഇല്ലെന്ന പേരിൽ. സംരക്ഷണം ഉന്നത ഇടപെടലിനെ തുടർന്നെന്ന് മർദ്ദനമേറ്റ സുജിത് VS. കുന്നംകുളത്തെ 3-ാം മുറയിൽ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ്. നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം. കുറ്റക്കാരായ പോലീസുകാരെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. മർദ്ദനമേറ്റ സുജിത് VSനെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ്. തിരുവോണം ആഘോഷിച്ചു മലയാളികൾ. ആടിയും പാടിയും സദ്യയുണ്ടും നാടാകെ ആഘോഷം. പാലക്കാട് പല്ലശ്ശനയിൽ ആചാരപ്പെരുമയുടെ ഓണത്തല്ല്. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നുള്ള പ്രത്യേക ഷോയിൽ അണിനിരുന്ന 24 വാർത്താ അവതാരകരും കലാകാരന്മാരും. ഓണക്കാലത്ത് മലയാളി കുടിച്ചു തീർത്ത് 826 കോടി രൂപയുടെ മദ്യം. വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധന. ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് 137 കോടിയുടെ മദ്യം. കൂടുതൽ വിൽപ്പന കൊല്ലം ജില്ലയിൽ. ഔട്ട്ലെറ്റുകളിൽ മുന്നിൽ കരുനാഗപ്പള്ളി. വിറ്റത് 1.46 കോടിയുടെ മദ്യം. തൊട്ടു പിന്നിൽ കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ നബിദിനം ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും ഘോഷയാത്രയും. മദ്രസകളിൽ കുട്ടികൾക്കായി കലാപരിപാടി. പ്രതിരോധ വകുപ്പിന് യുദ്ധവകുപ്പെന്ന് പുനർനാമകരണം ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ സെക്രട്ടറി യുദ്ധ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കാനും നിർദ്ദേശം. എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഇന്ന് ഒപ്പുവെക്കും. പേരുമാറ്റം നിലവിൽ വരിക ജനപ്രതിനിധി സഭയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രം. GST പരിഷ്കരണത്തിനെതിരായ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റിൽ വിവാദം. BDയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നതെന്നും പാപമായി കണക്കാക്കാനാവില്ലെന്നും പോസ്റ്റ്. ബീഹാറിനെ മുഴുവൻ അപമാനിക്കുന്നുവെന്ന് BJP. തെറ്റായ പരാമർശമെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച് തലയൂരി KPCC. പാലക്കാട് അലനല്ലൂരിലെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. യുവാക്കളെ മരവടി കൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ആൾക്കൂട്ടം 5-അംഗ സംഘത്തെ മർദ്ദിച്ചത് പോലീസ് നോക്കി നിൽക്കെ. വൻ സംഘർഷത്തിൽ കലാശിച്ചത് കാറുകൾ തമ്മിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം. തൃശൂർ മുളയം പീടികപ്പറമ്പിൽ യുവാവ് മുങ്ങി മരിച്ചു. അപകടം കുളിക്കാനിറങ്ങിയപ്പോൾ കോഴിക്കോട് കൊടുവള്ളി മാനവരം ചെറുപുഴയിൽ 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. മലപ്പുറം നിലമ്പൂരിൽ പുഴ കടക്കുന്നതിനിടയിൽ ചെങ്ങാടത്തിന്റെ കയർ പൊട്ടി ആദിവാസി കുടുംബങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. ചെങ്ങാടത്തിലുണ്ടായിരുന്ന 10 പേരെയും രക്ഷപ്പെടുത്തി. തൃശൂർ തിരുവില്ലാമലയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചത് കൂത്താമ്പള്ളി സ്വദേശി വിനോദിന്റെ ഭാര്യ വൃന്ദ. അപകടം കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച്. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് തെന്മല നെടുമ്പാറ സ്വദേശി ഓമന. കാസർകോട് മഞ്ചേശ്വരത്ത് 86-കാരൻ സ്വയം വെടിവെച്ചു മരിച്ചു. ജീവനൊടുക്കിയത് മിയാ പദവ് ബദ്ദങ്കലിലെ സുബണ്ണ ഭട്ട്. വിട്ടുമാറാത്ത അസുഖത്തെ തുടർന്നുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ്. കേരളത്തിലും SIR വേണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം. കോടതിയെ സമീപിച്ചത് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ. കേരളത്തിന് പുറമെ ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലും പരിഷ്കരണം നടപ്പാക്കണമെന്ന് ഹർജി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കൊല്ലപ്പെട്ടത് ചേർത്തോട് സ്വദേശി സുധാ രഘുനാഥ്. കുടുംബ വഴക്കെന്ന് പ്രാഥമിക നിഗമനം. ഇടുക്കി ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വീണ്ടും ദുരിതയാത്ര. പനി ബാധിച്ച രോഗി ആശുപത്രിയിൽ എത്തിച്ചത് വനത്തിലൂടെ കിലോമീറ്ററുകൾ ചുമന്ന്. കുടല്ലർക്കുടി സ്വദേശി രാജാക്കണ്ണിയെ ആനക്കുളത്ത് എത്തിച്ചത് മഞ്ചൽ കെട്ടി. നിലവിലുള്ള വഴി ഗതാഗത യോഗ്യമല്ലെന്ന് നാട്ടുകാർ. തിരുവനന്തപുരം നെടുമങ്ങാട് പൂക്കടയിൽ കത്തിക്കുത്ത്. തമിഴ്നാട് സ്വദേശി അനീസ് കുമാറിന് പരുക്ക്. പൂക്കട ജീവനക്കാരൻ രാജൻ കസ്റ്റഡിയിൽ. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമെന്ന് പോലീസ്. പാലക്കാട് മലമ്പുഴയിൽ ഭർത്താവ് ഭാര്യ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മലമ്പുഴ അടുപ്പുന്നതിയിലെ ബിന്ദുവിനാണ് കാലിന് വെട്ടേറ്റത്. ഭർത്താവിന്റെ ആക്രമണം മദ്യലഹരിയിൽ. പ്രതി ഒളിവിൽ. എറണാകുളം വടക്കൻ പറവൂർ മാലിയങ്കരിൽ യുവാവ് പുഴയിൽ വീണു. ഇന്ന് വൈകിട്ടോടെയായിരുന്നു അപകടം. കുഞ്ഞിത്തെ സ്വദേശി അമൽദേവനെയാണ് കാണാതായത്. അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസുവിന് വിട നൽകിയ നാട്. കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംസ്കാരം.
പാലക്കാട് പുതുനഗരത്തിൽ വീട്ടിലുണ്ടായ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ ഷെരീഫിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നു. പൊട്ടിത്തെറിച്ച പന്നിപ്പടക്കം കൊണ്ടുവന്നത് ഷെരീഫ് എന്നാണ് സംശയം. കോഴിക്കോട് എലത്തൂർ കോരപ്പുഴ പാലത്തിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പയ്യോളി മൂച്ചിപ്പാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള MC മുസമ്മിലാണ് മരിച്ചത്. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. തിരുവോണ ദിനത്തിൽ തിരുവനന്തപുരം തൈക്കാട് അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥി. 4 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ഇന്ന് ലഭിച്ചത്. കുഞ്ഞിന് തുമ്പ എന്ന് പേരിട്ടു. എറണാകുളം കാക്കനാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. കാക്കനാട് അത്താണി സ്വദേശി നൌഷാദാണ് മരിച്ചത്. കുഴൽക്കിണർ നിർമ്മാണത്തിനിടെ ഷോക്കേറ്റതാണെന്നാണ് വിവരം. കോതമംഗലം കോട്ടപ്പടി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം. വനപാലകർ പടക്കം പൊട്ടിച്ചിട്ടും കാട് കയറാത്ത മുറിവാലൻ കൊമ്പൻ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മൂന്നാറിൽ റോഡിൽ നിലയുറപ്പിച്ച ഒറ്റക്കൊമ്പൻ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തി. പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മദ്യപിച്ചെത്തിയ ആൾ ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു. ഭാര്യ അത്യാഹിത വിഭാഗത്തിൽ കാണിക്കാനെത്തിയ മുട്ടിപ്പാലം സ്വദേശി ഗോപകുമാറാണ് ആശുപത്രിയിൽ അതിക്രമം നടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് അട്ടപ്പാടിയിൽ ജനവാസ മേഖല ഒറ്റയാൻ ഇറങ്ങി. ആനയെത്തിയത് മുക്കാലിയിലെ വീടുകളുടെ സമീപം. ചേർത്തല താലൂക്കിൽ വേമ്പനാട്ടുകായലാൽ ചുറ്റപ്പെട്ട പെരുമ്പളം ദ്വീപിൽ കഴിഞ്ഞ 25 വർഷക്കാലമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന യുവചേതനയുടെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീർ ധന്യം 25 മന്ത്രി P പ്രസാദ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NR ബാബുരാജ്, ക്ലബ് പ്രസിഡന്റ് TP രജീഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ മാരാങ്കോട് കുടിൽ കെട്ടിയ ആദിവാസികൾ. വീരൻകുടി ഉന്നതിയിലെ 5 കുടുംബങ്ങളാണ് കുടിൽ കെട്ടിയത്. വന്യജീവി ഭീഷണി നേരിടുന്ന ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ വൈകുന്നതിലാണ് പ്രതിഷേധം. കോഴിക്കോട് ട്രാഫിക് സ്റ്റേഷന്റെ പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. കെട്ടിടം പൊളിക്കുന്ന ജോലി പുരോഗമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. അപകട സമയത്ത് കെട്ടിടത്തിൽ ആരുമില്ലായിരുന്നു. നോക്കാം പ്രധാന അറിയിപ്പ്. കൊല്ലം വെളിയം സർക്കാർ ITIയിൽ ഡ്രൈവർ കം മെക്കാനിക് ട്രേഡിൽ സീറ്റ് ഒഴിവ്. അഭിമുഖം ഈ മാസം 20. മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. സെയിൽസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലേക്ക് ഇന്റേൺസിന് അവസരമൊരുക്കും. കൊട്ടാരക്കര കരിയർ ഡെവലപ്മെന്റ് സെന്ററിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നടക്കുക ഈ മാസം 8. ആലപ്പുഴ മക്കൊമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 8. ആലപ്പുഴ പുതിയവിള ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9. കോട്ടയം ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസിംഗ് ഡിവിഷനിൽ ഓഫീസ് ട്രെയിനികൾ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 16. ഇടുക്കി കരുണാപുരം ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിലേക്ക് ഒഴിവ്. പ്രവേശനത്തിന് താൽപര്യമുള്ളവർ ഈ മാസം 20 മുമ്പായി കോളേജിൽ നേരിട്ടെത്തണം. ഇടുക്കി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ മലയാള വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടക്കും. ശസ്ത്രക്രിയാ ക്യാമ്പ് നടക്കും ഈ മാസം 7. പാലക്കാട് കുഴൽബന്ധം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം. അഭിമുഖം ഈ മാസം 9. പ്രായപരിധി 35 വയസ്സ്. ദേശീയ വാർത്തകൾ. അജിത് സിനിമയ്ക്കെതിരെ ഇളയരാജ ഹൈക്കോടതിയിൽ. ഗുഡ് ബാഡ് അഗ്ലി സിനിമയ്ക്കെതിരെയാണ് ഹർജി. തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചെന്നാണ് ഹർജി. മലയാളി IPS ഉദ്യോഗസ്ഥയോട് കയർത്ത സംഭവത്തിൽ വിശദീകരണവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. സേനയോടും വനിതാ ഉദ്യോഗസ്ഥരോടും ബഹുമാനം മാത്രം. ശ്രമിച്ചത് സ്ഥിതി വഷളാകാതിരിക്കാൻ. വിശദീകരണം. സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി IPS ഉദ്യോഗസ്ഥ VS സഞ്ജനയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ നടി ശില്പ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ്. മുംബൈ പോലീസിന്റെ നടപടി. സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ വായ്പയായി വാങ്ങിയ 60 കോടി രൂപ തിരികെ നൽകിയില്ലെന്ന് വ്യവസായിയുടെ പരാതി. തമിഴ്നാട് AIADMKയിൽ കലാപം. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് അന്ത്യശാസ്ത്രം നൽകി മുതിർന്ന നേതാവ് KS സെങ്കോട്ടയ്യൻ. O പനീർസെൽവം, ശശികല, TTV ദിനകരൻ എന്നിവരെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം.
AIADMKയിൽ ഐക്യം വേണമെന്ന് BJP. ഡൽഹിയിൽ കനത്ത മഴ, നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 ടീമുകളെ ഡൽഹിയിലെ കാളന്തി കുഞ്ച് പ്രദേശത്ത് വിന്യസിച്ചു. GST പരിഷ്കരണം കേന്ദ്രം വൈകിപ്പിച്ചുവെന്ന് രാഷ്ട്രീയ ജനതാദൾ MP മനോജ് ഝാ. കഴിഞ്ഞ 11 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് എന്ത് ചെയ്തെന്നുള്ള രൂക്ഷ വിമർശനവുമായി മനോജ് ഝാ. GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് കാർത്തി ചിദംബരം. നേരത്തെ പരിഷ്കരണം നടത്തേണ്ടതായിരുന്നുവെന്നും കാർത്തി ചിദംബരം പറഞ്ഞു. നികുതി കുറയ്ക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥ വളരുകയും ആളുകൾ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങുകയും ചെയ്യുമെന്നും കാർത്തി ചിദംബരം. തമിഴ്നാട്ടിൽ ശക്തി തെളിയിക്കാനൊരുങ്ങി BJP. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാറ്റങ്ങൾ വരുത്തുമെന്ന് BJP നേതാവ് K. അണ്ണാമലൈ. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിഹരിക്കുമെന്നും അണ്ണാമലൈ. ദേശീയ ജനാധിപത്യ സഖ്യത്തെ രൂക്ഷമായി വിമർശിച്ച് ബീഹാർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്. BJP നടത്തിയ ബന്ദ് വൻ പരാജയമെന്ന് തേജസ്വി യാദവ്. ബന്ദിന്റെ പേരിൽ BJP ഗുണ്ടായിസം നടത്തിയെന്ന് ആരോപിച്ച് തേജസ്വി. ഡൽഹിയിലെ ഗ്രേറ്റർ കൈലാഷിൽ മതിലിടിഞ്ഞു വീണു, ഒരാൾക്ക് പരിക്ക്. സുരക്ഷ വർദ്ധിപ്പിക്കാനും യാത്രാസമയം കുറയ്ക്കാനും ചന്ദ്രബാബു നായിഡുവിന് പുതിയ ഹെലികോപ്റ്റർ. ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമല്ലാത്ത കാലഹരണപ്പെട്ട ബെൽ മോഡലിന് പകരമായാണ് പുതിയ ഹെലികോപ്റ്റർ. ഉത്തർപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ഡിജിറ്റൽ കൈക്കൂലി ആരോപണം. ഗൂഗിൾ പേ വഴി പണം നൽകാൻ ആവശ്യപ്പെട്ടതായി പരാതി. 25,000 രൂപ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടാണ് പരാതി നൽകിയത്. ഡൽഹി ഇൻഡോർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ എഞ്ചിന് തകരാർ സംഭവിച്ചതോടെ വിമാനം അടിയന്തരമായി ഇറക്കി. രാജ്യാന്തര വാർത്ത. ഇന്ത്യയും റഷ്യയും പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുണ്ട ചൈനയിലെത്തിയ ഇന്ത്യയും റഷ്യയും അമേരിക്കയ്ക്ക് നഷ്ടമായെന്നാണ് പ്രതികരണം. ഇരു രാജ്യങ്ങൾക്കും നല്ല ഭാവി ആശംസിക്കുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. വെടിനിർത്തലിന് ശേഷം യുക്രൈനിൽ പാശ്ചാത്യ സേനയെ വിന്യസിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ്. യുക്രൈന് സുരക്ഷ നൽകാൻ വിദേശ സൈനികരെ വിന്യസിപ്പിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വ്യക്തമാക്കിയിരുന്നു. 35 രാജ്യങ്ങളുടെ പാരീസ് ഉച്ചകോടിക്ക് ശേഷമായിരുന്നു മക്രോണിന്റെ പ്രസ്താവന. ഇന്ത്യക്കെതിരെയുള്ള തീരുവ യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായെന്ന് സുപ്രീം കോടതിയിൽ ട്രംപ് ഭരണകൂടം. ട്രംപ് പ്രഖ്യാപിച്ച തീരുവകൾ നിയമവിരുദ്ധമാണെന്ന ഫെഡറൽ കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിലാണ് പരാമർശം. US യുദ്ധക്കപ്പലിന് സമീപം സൈനിക വിമാനങ്ങൾ പറന്നതായി പ്രതിരോധ വകുപ്പ്. മഡുറോ ഭരണകൂടത്തിന്റെ 2 സൈനിക വിമാനങ്ങൾ കണ്ടെത്തിയതായി മുന്നറിയിപ്പ് നൽകി പ്രതിരോധ വകുപ്പ്. ഗസയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണത്തിൽ 44 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 7 കുട്ടികളും കൊല്ലപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാട്ടുതീ ലോകമെമ്പാടും വായുമലിനീകരണം വർദ്ധിപ്പിക്കുന്നുവെന്ന് UN. ആവാസ വ്യവസ്ഥയ്ക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും കാട്ടുതീ വലിയ തോതിൽ ബാധിക്കുന്നുവെന്നും UN വ്യക്തമാക്കി. ശ്രീലങ്കയിൽ ബസ് അപകടത്തിൽ 15 പേർ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. അഫ്ഗാനിസ്ഥാനിലേക്ക് മാനുഷിക സഹായം അയച്ച റഷ്യ 20 ടൺ ഭക്ഷണം കാബൂളിലേക്ക് എത്തിച്ചതായി റഷ്യ അറിയിച്ചു. ഫ്യൂണിക്കുലാർ ട്രെയിനിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിട്ട് പോർച്ചുഗൽ. മരിച്ചവരിൽ പോർച്ചുഗീസ്, കൊറിയൻ, സ്വിറ്റ്സർലാൻഡ് പൗരന്മാരെ തിരിച്ചറിഞ്ഞു. വെൽക്കം ബാക്ക്. ഇനി ബിസിനസ് വാർത്തകൾ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മറ്റ് രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നതിൽ അമേരിക്കയ്ക്ക് വിമർശനം. വാണിജ്യ വിമാന പ്രവർത്തനങ്ങൾക്ക് 20 വർഷം വരെ പഴക്കമുള്ള വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങിയ DGCA. നിലവിൽ 18 വർഷം വരെ പഴക്കമുള്ള വിമാനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി ഇറക്കുമതി ചെയ്യാൻ അനുമതിയുണ്ട്. മാരുതി സുസുക്കി വിക്ടോറിയ ഇന്ത്യയിൽ ഇറക്കി. വൈവിധ്യമാർന്ന പവർ സ്ട്രെയിൻ ഓപ്ഷൻ കാറിനെ വ്യത്യസ്തമാക്കും. ഇലോൺ മസ്ക് ആദ്യത്തെ ട്രില്യണറാകാൻ ഒരുങ്ങുന്നു. ടെസ്ല ബോർഡിന്റെ പുതിയ ശമ്പള പാക്കേജോടെ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി മസ്ക് മാറും. മസ്കിന് $1 ട്രില്യൺ ശമ്പള പാക്കേജ് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. 15 പൈസയാണ് ഇടിഞ്ഞത്. സ്പോർട്സ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ തൃശൂർ ടൈറ്റൻസിനെ തകർത്തത് 10 വിക്കറ്റിന്. 87 റൺസ് വിജയലക്ഷ്യം. നിലവിലെ ചാമ്പ്യന്മാർ മറികടന്നത്. 61 പന്തുകൾ ബാക്കി നിൽക്കി. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സ്പെയിന് ജയം. ബൾഗേറിയ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ജർമ്മനി അട്ടിമറിച്ച് സ്ലോവാക്യ.
ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഫ്രാൻസ് അല്പസമയത്തിനകം ഇറങ്ങും. എതിരാളികൾ യുക്രൈൻ. ഇറ്റലിയുടെ എതിരാളി എസ്റ്റോണിയ. ഇരു മത്സരങ്ങളും പുലർച്ചെ 12:15. അടുത്ത വർഷത്തെ ലോകകപ്പിൽ യോഗ്യത നേടി കൊളംബിയ. ബൊളീവിയ 3 ഗോളിന് തോൽപ്പിച്ചതിന് പിന്നാലെയാണ് കൊളംബിയ ലോകകപ്പ് ടിക്കറ്റ് ഉറപ്പിച്ചത്. സൗദി ക്ലബ്ബുകളിലേക്ക് മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി വിനീഷ്യസ് ജൂനിയർ. റയൽ മാഡ്രിഡിൽ തന്നെ തുടരുമെന്ന് താരം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നോർത്ത് സോണിനെതിരെ മികച്ച സ്കോർ ഉയർത്തിയ സൗത്ത് സോൺ. 2ാം ദിവസം മത്സരം അവസാനിക്കുമ്പോൾ സൗത്ത് സോൺ ആദ്യ ഇന്നിംഗ്സിൽ 536 റൺസ് എടുത്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി പുതിയ സ്പോൺസറെ തേടി BCCI. ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർഷിപ്പിൽ നിന്നും ഡ്രീം 11 പിന്മാറിയതിനെ തുടർന്നാണ് പുതിയ കരാറിനായി BCCI ശ്രമം ആരംഭിച്ചത്. കരാർ തുകയിലും നേരിയ വർധന. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പൃഥ്വിരാജ് നായകനായി എത്തുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത്. ജയൻ നമ്പ്യാരാണ് ചിത്രത്തിന്റെ സംവിധായകൻ. റീ റിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ നിന്ന് മറ്റൊരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക്. മോഹൻലാൽ ഡബിൾ റോളിൽ തകർത്താടിയ രാവണപ്രഭു വീണ്ടും പ്രദർശനത്തിനൊരുങ്ങുന്നു. ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. സിത്താര കൃഷ്ണകുമാറും മകൾ സാവൻ ഋതുവും ആലപിച്ച ആ കാലം എന്ന സംഗീതാൽബം ശ്രദ്ധേയമാകുന്നു. പ്രശസ്ത കർണാടക സംഗീതജ്ഞ ശ്രീരഞ്ജിനി കോടമ്പള്ളിയുടെ പ്രഥമ സംഗീത സംവിധാന സംരംഭമാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഹൃദയപൂർവ്വം എന്ന സിനിമയിലെ പുതിയ ഗാനം റിലീസ് ചെയ്തു. വെൺമതി എന്ന് തുടങ്ങുന്ന വീഡിയോ ഗാനമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. മനു മഞ്ജിത്ത് എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്ന സിദ് ശ്രീരാമാണ്. ഇന്ത്യയിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയുമായി കൺജുറിംഗ് 4. മണിക്കൂറിൽ 20,000-ത്തിലധികം ടിക്കറ്റുകളാണ് ടിക്കറ്റ് വിറ്റഴിഞ്ഞത്. ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് 13 മുതൽ 15 കോടി വരെ ചിത്രം നേടുമെന്ന് കണക്കുകൂട്ടൽ. വൈറൽ ട്രെൻഡ്സ്. വൈക്കം തലയോലപ്പറമ്പ് DB കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്ന ശോഭ ടീച്ചർക്കായി പൂർവ്വ വിദ്യാർത്ഥി രചിച്ച ഗാനം പുറത്ത്. ഗാനം ആലപിച്ചത് ജോൺസ് ജോസ്. ഓണക്കാലത്ത് വ്യത്യസ്തമായ ആൽബം പുറത്തിറക്കി കോട്ടയം വെസ്റ്റ് പോലീസ്. ആൽബത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത് SHO പ്രശാന്ത്. ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെ. എനർജറ്റിക് ക്ലാസിക്കൽ ഡാൻസുമായി കൊച്ചുകുട്ടി. വീഡിയോ വൈറൽ. മനോഹരമായ പാട്ടുപാടി പെൺകുട്ടികൾ. വീഡിയോ വൈറൽ. അനീഷ് മഞ്ജരിയുടെ പാട്ടിൽ പൊളിച്ചെടുക്കി കുട്ടികൾ. തമിഴ് സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ റീൽസ് ചെയ്ത് വൈറലായ വിദേശികൾ. പ്രചരിക്കുന്നതിലെ വസ്തുത നോക്കാം. ഫാക്ട് ചെക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഗണേശ വിഗ്രഹം ചെന്നൈയിൽ നിർമ്മിച്ചെന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്ന ചിത്രം AI നിർമ്മിതമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. പട്നയിലെ തെർമോകോൾ ഫാക്ടറിയിൽ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഗുജറാത്തിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. കിഴക്കൻ ബസ്തർ മേഖലയിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ഡൽഹി വെള്ളക്കെട്ടിൽ വലയുമ്പോഴും ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ. ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് വിമർശനം. ഇപ്പോൾ കിട്ടിയത്. അമേരിക്കയിലെ ഹ്യുണ്ടായി മോട്ടോർ കമ്പനിയുടെ ജോർജിയയിലെ പ്ലാന്റിൽ വ്യാപക റെയ്ഡ്. തൊഴിൽ രീതികളെക്കുറിച്ച് പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷീണവും ഹൃദയമിടിപ്പിന്റെ നിരക്ക് കുറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിലാണ് ചികിത്സ തേടിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന്റെ മുൻ ചീഫ് ട്രേഡർക്ക് ജാമ്യം നിഷേധിച്ച് മുംബൈ കോടതി. നിക്ഷേപകരുടെ 91 കോടി രൂപ ദുരുപയോഗം ചെയ്തതിന് പ്രതി വിരേഷ് ജോഷിക്കെതിരെ തെളിവുകളുണ്ടെന്ന് കോടതിയുടെ നിരീക്ഷണം. സ്പൈസ് ജെറ്റ് വിമാന സർവീസ് 238 കോടി രൂപ നഷ്ടത്തിലെന്ന് റിപ്പോർട്ട്. വിമാനങ്ങൾ സർവീസ് നിർത്തിവെച്ചതും വിനോദയാത്രികളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞതും സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചെന്ന് വിലയിരുത്തി. ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.